ഹായ്, ഞാൻ ഡോക്ടർ രാജേഷ്. ദിവാസ്വപ്നങ്ങളെയും ദൃശ്യവൽക്കരണത്തെയും കുറിച്ചുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. സ്വപ്നങ്ങൾ നക്ഷത്രങ്ങളെ പോലെയാണ്. നിങ്ങൾക്ക് അവയെ തൊടാൻ സാധിക്കുകയില്ല, എന്നാൽ അവയെ പിന്തുടർന്നാൽ അവ നിങ്ങളെ ലക്ഷ്യത്തിലെത്തിക്കും എന്ന് പറഞ്ഞത് ഓസ്കാർ വൈൽഡാണ്. ദിവാസ്വപ്നങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ പറയത്തക്ക സ്ഥാനമൊന്നുമില്ല. എന്നാൽ സ്വപ്നങ്ങൾക്ക് ആകർഷണ നിയമത്തിൽ പരമപ്രാധാന്യമുണ്ട്. മരണമടഞ്ഞ വ്യക്തികളെപ്പോലും അനുകരിച്ച് ദിവാസ്വപ്നം കാണുന്നവരുണ്ട്. ദിവാസ്വപ്നത്തിൽ കായിക താരങ്ങൾ, സിനിമാ താരങ്ങൾ, എഴുത്തുകാർ, കോടീശ്വരന്മാർ എന്നിവരുടെയൊക്കെ സ്ഥാനത്ത് നിങ്ങൾക്ക് സ്വയം പ്രതിഷ്ഠിക്കാം. അത്തരമൊരു വൈകാരിക അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ നൈമിഷികമായ അനുഭൂതി നിങ്ങൾക്ക് ലഭ്യമാകുന്നു. എന്താണ് ദിവാസ്വപ്നങ്ങളും ദൃശ്യവൽക്കരണവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ? ഒന്നാമത്തേത്, ദിവാസ്വപ്നങ്ങൾ ആസൂത്രിതമല്ല, എന്നാൽ ദൃശ്യവൽക്കരണം തികച്ചും ആസൂത്രിതമാണ്. ഒരു പ്രത്യേക ലക്ഷ്യത്തെ മുൻനിർത്തി മാനസിക തരംഗങ്ങളെ ഒരേ രീതിയിൽ സംയോജിപ്പിക്കുമ്പോഴാണ് ആഗ്രഹസാക്ഷാത്കാരം കരഗതമാകുന്നത്. രണ്ടാമത്തേത്, ദിവാസ്വപ്നങ്ങൾ അനുഭൂതിദായകം മാത്രമാണ്, എന്നാൽ ദൃശ്യവൽക്കരണം ലക്ഷ്യപ്രാപ്തി ദായകമാണ്. ദിവാസ്വപ്നങ്ങൾ ഹ്രസ്വമായ വൈകാരികമായ അനുഭൂതി മാത്രം പ്രദാനം ചെയ്യുന്നു, എന്നാൽ ദൃശ്യവൽക്കരണത്തിലൂടെ നിങ്ങളുടെ ആഗ്രഹ സാക്ഷാത്കാരം സാധ്യമാകുന്നു. മൂന്നാമത്തേത്, ദിവാസ്വപ്നങ്ങൾ വൈകാരികതയിൽ അധിഷ്ഠിതവും ദൃശ്യവൽക്കരണം ഭാവനയിൽ അധിഷ്ഠിതമാണ്. ഒരു പ്രത്യേക ലക്ഷ്യത്തെ മുൻനിർത്തിയാണ് ദൃശ്യവൽക്കരണം നടത്തേണ്ടത്. നാലാമത്തേതായി, ദിവാസ്വപ്നങ്ങൾ യാഥാർത്ഥ്യബോധത്തിൽ അധിഷ്ഠിതമല്ല, എന്നാൽ ദൃശ്യവൽക്കരണം യാഥാർത്ഥ്യബോധത്തിൽ അധിഷ്ഠിതമാണ്. അഞ്ചാമത്തേതായി, ദിവാസ്വപ്നങ്ങൾക്ക് വ്യക്തമായ രൂപരേഖയില്ല, എന്നാൽ ദൃശ്യവൽക്കരണത്തിന് വ്യക്തമായ രൂപരേഖയുണ്ട്. സ്ഥിരമായി ദിവാസ്വപ്നം കാണുന്നത് നിങ്ങളെ യഥാർത്ഥ ലോകത്തിൽ നിന്ന് അകറ്റുകയും അമൂർത്ത പ്രപഞ്ചത്തിൻ്റെ ഭാഗമായി മാറ്റുകയും ചെയ്യുന്നു. ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ വാക്കുകൾ ഓർമ്മിക്കുക: സ്വപ്നങ്ങൾ ഉറക്കത്തിൽ കാണുന്നവയല്ല. നിങ്ങളെയും എന്നെയും ഒരുപോലെ ഉറങ്ങാൻ അനുവദിക്കാത്തതെന്തോ അതാണ് സ്വപ്നം. എല്ലാവർക്കും ദൃശ്യവൽക്കരണത്തിലൂടെ ആഗ്രഹസാക്ഷാത്കാരം കരഗതമാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ ആഡ്യൂ.